ഈ കോൺഗ്രസ്സുകാർക്ക് നാണമില്ലേ ഇങ്ങനെ കിടന്ന് അടിവെക്കാൻ? മുഖ്യമന്ത്രി കസേരയ്ക്ക് കിടന്നുണ്ട് ഇപ്പോൾ അടിയ. റിസൾട്ട് പോലും വന്നില്ല, അതിന് മുന്നേ ഇവിടെ കിടന്നു. എന്തൊരാർത്തിയാണ് നിങ്ങൾക്കൊക്കെ, എന്തൊരാർത്തിയാണ് ഇത്, മനസ്സിലാകുന്നില്ല. നിങ്ങൾക്കൊക്കെ അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നുകൂടെ? ഒന്ന് റിസൾട്ട് ഒന്ന് വന്നോട്ടെ, എന്നിട്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കും ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന്. എന്തെങ്കിലും എന്തെടുത്തിട്ട് ഉണ്ടാക്കാനാണ് നിങ്ങൾ ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടിവെക്കുന്നത്? എന്താ ഉള്ളത്? അതിനാ മൊത്തം കാലിയാണ്. ഫണ്ട് വല്ലതും ഉണ്ടോ? വല്ല അറിയാമല്ലോ. 10 പൈസ കയ്യിലില്ല, കാരണം അടിവെക്കുക, ഭരണം കസേര നിങ്ങളുടെ കീശ കൊണ്ട് വീർപ്പിക്കാനായിരിക്കും. വെച്ച് പൊറിപ്പിക്കാം കേട്ടോ, വെച്ച് പൊറിപ്പിക്കാം. അതെ, ഹൈക്കമാൻഡ് തീരുമാനിച്ചോളും ആര് മുഖ്യമന്ത്രി ആകണമെന്ന്. നിങ്ങളല്ല തീരുമാനിക്കുന്നത് കേട്ടോ. നിങ്ങളെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ടല്ലോ. ഇനി അവർ തീരുമാനിക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഈ പണത്തുള്ള ആർത്തിയുള്ളവന്മാരൊന്നും മന്ത്രിയാകണ്ട കേട്ടോ, ഒരുത്തരും മുഖ്യമന്ത്രിയാകണ്ട. കാരണം നിങ്ങളെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ കീശ വീർപ്പിക്കാൻ മാത്രമേ പറ്റൂ. ഇപ്പം അവിടെ കീശ വീർപ്പിക്കണമെങ്കിൽ ഇപ്പം ഞാൻ ചെന്നാലും എൻ്റെയും കീശ വീർപ്പിക്കാം. അത്ര വലിയ ഇതൊന്നുമില്ല. കാരണം ഇഷ്ടം പോലെ ഓഫറുകൾ വരുമ്പോഴേ എല്ലാം കൂടെ എടുത്ത് കുടുംബത്തോട്ട് അക്കൗണ്ടിലോട്ട് ഇടാനായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്ത് കൊണ്ട് വെക്കാനായിരിക്കും ഈ കിടന്ന് അടി വെക്കുന്നത്. നാണമില്ലാതെ ആ ശശി തരൂർ എന്ന് പറയുന്ന പുള്ളിയെ മതി മുഖ്യമന്ത്രിയായിട്ട്. അങ്ങനെ കുറച്ച് നല്ല വിവരമുള്ള മനുഷ്യനാണ്. വല്ല 4 വർത്തമാനം പറയാൻ, 4 ഇംഗ്ലീഷ് പറയാനായിട്ട് പറ്റിയ അങ്ങേർക്കല്ലേ അറിയത്തുള്ളൂ. നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് പറയാൻ നിങ്ങൾക്കറിയാം ചൊവ്വ നേരെ? ഏതെങ്കിലും ഭാഷ പറയാൻ അറിയോ മലയാളം അല്ലാതെ? പിന്നെ എന്തിനാ ഈ കിടന്ന് അടി? നിങ്ങൾക്കൊക്കെ എന്ത് കഴിവാണ് ഉള്ളത് മുഖ്യമന്ത്രി ആകാനായിട്ട്? നിങ്ങളും പിണറായിയായിട്ടൊന്നും ഒരു വ്യത്യാസമില്ല. എല്ലാം ഒരു നാണത്തിന് 2 വശങ്ങളാണ്. ഒരു 2 വശങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുക. മുഖ്യമന്ത്രി ആകണം, മുഖ്യമന്ത്രി സ്വന്തം കീശ ഉറപ്പിക്കുക. ബെൻസ് കാറും BMW കാറും ഹെലികോപ്റ്ററിലൊക്കെ കുടുങ്ങി പോകാനായിരിക്കും ഈ കിടന്നുകൊണ്ട് ഇത്ര ധൃതി വെക്കുന്നത്. അതെ, ജനങ്ങളിവിടെ കാണുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ജനങ്ങളുണ്ട് പ്രതികരിക്കാൻ. നിങ്ങൾ പ്രതിപക്ഷവും ജനങ്ങളും ഭരണപക്ഷവും എല്ലാം ഒത്തുകളിയാന്ന് ഞങ്ങൾക്ക് അറിയാം കേട്ടോ. അത് ഞങ്ങൾ ജനങ്ങളുണ്ട് ഇവിടെ ചോദിക്കാൻ, അത് ഓർത്തോണം.